ഈ ഓണത്തിനിറങ്ങിയ സിനിമകളിൽ ലോക ആൻഡ് ഹൃദയപൂർവ്വം ഈ രണ്ട് സിനിമകളും തകർപ്പൻ കളക്ഷനോടെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സിനിമകളും തന്നെ കാണേണ്ട സിനിമകൾ തന്നെയാണ് കേട്ടോ. രണ്ടിനുമുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലോക വന്നിട്ട് സാങ്കല്പിക കഥാപാത്രങ്ങളാണ് അതിലുള്ളത്, ഇമാജിനാണ്. പക്ഷേ ഹൃദയപൂർവ്വം അങ്ങനെയല്ല കേട്ടോ, യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അതിൽ ലാലേട്ടൻ, നമുക്ക് പഴയ ലാലേട്ടനെ ഈ സിനിമയിൽ തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. നല്ലൊരു സിനിമയാണ്. അതേപോലെ തന്നെ ലോകയിൽ കല്യാണി തകർപ്പൻ അഭിനയം ചെയ്തിട്ടുണ്ട്. കല്യാണിയുടെ ആ ഒരു റോള് നയൻതാരയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലേഡി കഥാപാത്രങ്ങളോ ചെയ്താൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നിയില്ല. അവർക്ക് അവരുടെ ആ ബോഡി ലാംഗ്വേജ്, ഹൈറ്റ്, അതൊക്കെ തന്നെ ആ സൂപ്പർ ഹീറോയിസത്തിന് സൂട്ടായി വന്നിട്ടുണ്ട്. കറക്റ്റ് ആളെ തന്നെയാണ് ഈ സിനിമയിൽ ആ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കല്യാണി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ലോക സിനിമ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം കല്യാണിയുടെ അഭിനയം, അതേപോലെ അവരുടെ ചൈൽഡ്ഹുഡിൽ ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ ഭാഗവും നന്നായി വന്നിട്ടുണ്ട്. അതേപോലെ നസ്ലൻ്റെ ആ കുട്ടിത്തം നിറഞ്ഞ അഭിനയം, ഇത് മൂന്നും കൊണ്ട് തന്നെ ആ സിനിമ, അതിലെ പിന്നെ ആ വിഷ്വൽ എഫക്ട്സ്, അതേപോലെ സൂപ്പർ ഹീറോയിസ്, ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ലോക സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായത്. എന്നാൽ ഹൃദയപൂർവ്വം ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാഥാർത്ഥ്യങ്ങളും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമകളുടെയൊക്കെ റിവ്യൂ വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓണത്തിനിറങ്ങിയ സിനിമകളിൽ 4 സ്ഥാനങ്ങൾ, ഏതൊക്കെ സിനിമയ്ക്ക് എങ്ങനെയാണ് സ്ഥാനങ്ങളെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ തമ്പനെയിലും മറ്റ് വീഡിയോകളുടെയൊക്കെ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ ലോക സിനിമ കാണുന്ന സമയത്ത് എനിക്കതിൻ്റെ ആ ഒരു കല്യാണിയുടെ കുട്ടിക്കാലം കാണിക്കുന്ന ഭാഗം വന്നപ്പോൾ കല്യാണി യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത് അവിടുന്ന് കാണിക്കുന്നുണ്ട്. അത് ശരിക്ക് പഴങ്കഥകളിൽ വരുന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ ഈ രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായി സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്താണോ ആ നിമിഷം തോന്നിയത് അത് തന്നെ ഞാൻ ഈ സ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്തു പറഞ്ഞില്ലേ, ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് അങ്ങേർക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ശരിക്ക് യോജിക്കാൻ ആയില്ല. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, കല്യാണി ശരിക്ക് ഈ സിനിമയിലെ ആ ക്യാരക്ടർ, ചന്ദ്ര ക്യാരക്ടറാണ്. ശരിക്കും അവർ ചന്ദ്രയല്ല, ഇതിൽ വേറൊരു സംഭവമാണ്, ആ പഴങ്കഥയിൽ വരുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രം ശരിക്ക് ഇങ്ങനെയേ അല്ല, ലോകയിൽ കാണിക്കുന്ന പോലെയേ അല്ല. ആ കഥാപാത്രം ശരിക്ക് നെഗറ്റീവ് റോളാണ്. അതേപോലെ അത് ഭീകരമാണ്. അതേപോലെ അത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് സൂപ്പർ ഹീറോയിൽ പെടുന്നുമില്ല. പക്ഷേ ഇതിലാകട്ടെ സൂപ്പർ ഹീറോ ആയിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നത്. അതേപോലെ കല്യാണിയുമായി ബന്ധപ്പെട്ട് ഇതിൽ സണ്ണി വെയിൻ്റെ ഒരു കഥാപാത്രവും വരുന്നുണ്ട്. അതും പഴങ്കഥകളിലുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ കല്യാണിക്കും സണ്ണി വെയിനും ഉള്ള ഈ സിനിമയിലെ ആ കഥാപാത്രങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയല്ല യഥാർത്ഥത്തിലുള്ളത്, അതും മാറ്റമുണ്ട്. അതിനെ നേരെ തിരിച്ചാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ തിരിച്ച് കാണിച്ചാലേ ഈ സിനിമയിലെ കല്യാണിയുടെ ആ സൂപ്പർ ഹീറോ കഥാപാത്രത്തെ അങ്ങോട്ട് റേസാക്കാൻ, ഉയർത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പഴങ്കഥകളിൽ വരുന്ന ഈ കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ ശരിക്ക് വ്യാജമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്തിനാണ് വെറുതെ പഴങ്കഥകളിലുള്ള ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിന് അവിടുന്ന് അങ്ങോട്ട് സ്ഥാനഭ്രംശം പിന്നീട് വന്നിട്ടില്ല. ആ കഥകൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന കഥാപാത്രങ്ങളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മാറ്റേണ്ട യാതൊരു ആവശ്യവും എനിക്ക് തോന്നിയില്ല. അതങ്ങനെ തന്നെ നിന്നോട്ടെ. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്യാണിക്ക് ഒരു കഥാപാത്രത്തെ കൊടുക്കുമ്പോൾ ഈ പഴങ്കഥയിലെ ഈ കഥാപാത്രത്തെ എന്തിനെടുത്തിടണം? അതേപോലെ സണ്ണി വെയിൻ്റെ ആ കഥാപാത്രത്തെ എന്തിനെടുത്തിടണം? പഴങ്കഥയിൽ വരുന്ന ആ കഥാപാത്രങ്ങളെ എന്തിനെടുത്തിടണം? അതിന് പകരം മിന്നൽ മുരളി എടുത്തു. അതൊരു പുതിയ കഥാപാത്രമല്ലേ?
അതേപോലെ ഇതിലും കല്യാണിക്ക് ഒരു പുതിയ കഥാപാത്രം കൊടുക്കാമായിരുന്നു, സണ്ണി വെയിന് പുതിയ കഥാപാത്രം കൊടുക്കാമായിരുന്നു. അതേപോലെ ഇതിൽ കാമിയോ റോളുകളിൽ ചിലർ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കഥാകാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ കാണുമ്പോൾ അതിൻ്റെ സസ്പെൻസ് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അതൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ഇത് വളരെ വിശദമായി വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. പഴങ്കഥയിലെ ആ കഥാപാത്രത്തിൻ്റെ ചരിത്രമൊക്കെ എനിക്ക് കൃത്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കും. പക്ഷേ അത് സിനിമ കാണാൻ, ഈ സിനിമ കാണേണ്ട സിനിമ തന്നെയാണ് കേട്ടോ. എല്ലാവരും പോയി കുട്ടികളെ പ്രത്യേകിച്ച് കൊണ്ടുപോകണമെന്ന് ഞാൻ മറ്റു വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, ഇതിൽ കുറച്ച് വയലൻസ് ഉണ്ട് കേട്ടോ. വല്ലാത്ത വയലൻസ് അല്ല, കുറച്ച് ഈ കല്യാണിയുടെ കുട്ടിക്കാലം കാണിക്കുമ്പോഴൊക്കെ കുറച്ച് വയലൻസ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ പഴങ്കഥകളിലെ കഥാപാത്രങ്ങളും ഇതിനേക്കാളും വയലൻസ് ഉള്ള സംഭവങ്ങളാണ്. അതിലെ കല്യാണിയുടെ കഥാപാത്രം ഇതിനേക്കാളും വയലൻസ് ആണ്. അപ്പോൾ അന്ന് ആ കഥകൾ കുട്ടികൾ വായിക്കുമ്പോഴും അതേപോലെ അത് സിനിമയായി വന്നപ്പോഴും അന്നും കുട്ടികളും എല്ലാവരും ചേർന്ന് തന്നെയാണ് ആ സിനിമ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സിനിമയും കുട്ടികളും പോയി കാണാൻ, മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. സൂപ്പർ ഹീറോ അങ്ങനത്തെ വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ മൂവിയാണെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാവരും പോയി കാണേണ്ട മൂവി തന്നെയാണ് ലോക, കുഴപ്പമില്ലാത്ത മൂവി തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെ വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഓണമാണ്, ഓണത്തിന് മഹാബലിയുടെ ആ ഒരു സംഭവങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്? അതിൻ്റെ എൻഡ് എന്തായിരുന്നു? എൻഡ് വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി, അല്ലേ? പക്ഷേ പെട്ടെന്നൊരു സിനിമ വരികയാണ്, മഹാബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തിയിട്ടില്ല. വാമനൻ ചവിട്ടി താഴ്ത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടായിട്ട് മഹാബലി ഇപ്പോഴും ഒരു പുതിയ സിനിമയിലൂടെ വരികയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സങ്കല്പിക്കാനാകുമോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. മറ്റൊന്ന്, ഇപ്പോൾ സ്പൈഡർമാൻ, ബാറ്റ്സ്മാൻ അങ്ങനത്തെ കുറേ മാൻമാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ കഥാപാത്രങ്ങളൊക്കെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതേപോലെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെയും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൂടെ? എന്നിട്ട് ഇതിന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് 1-ാം ഭാഗം കഴിഞ്ഞ് 2-ാം ഭാഗം, 3-ാം ഭാഗം, 5-ാം ഭാഗം, 10-ാം ഭാഗം അങ്ങനെ പോകാമല്ലോ. എന്തിനാണ് പഴങ്കഥകളിലുള്ള ആ കഥാപാത്രങ്ങളുടെ തനിമയെ മാറ്റുന്നത്? അത് ശരിക്കും ഇതിൻ്റെ കഥ എഴുതിയ ഡൊമിനിക് അരുൺ ഒന്ന് മാറ്റി ചിന്തിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ കളഞ്ഞിട്ടില്ല കേട്ടോ. ഈ സിനിമയിൽ ഈ കഥാപാത്രങ്ങൾക്കുള്ള പവർ, ഈ സിനിമയിൽ ബ്ലഡിൻ്റെ ഉപയോഗം വേറൊരു കാര്യത്തിന് കൂടി വരുന്നുണ്ട്. അത് ആ പഴങ്കഥയിലുള്ള കഥാപാത്രത്തിന് അത് ഉള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു കുഴപ്പമായിട്ട് പറയല്ലേ, പക്ഷേ കഥാപാത്രങ്ങളെ പുതിയൊരു കഥാപാത്രങ്ങളായിട്ട് എടുക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ ദൈവീകമായ കാര്യങ്ങൾ, ഇപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ സീരിയൽ ടി വിയിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മാതാവിൻ്റെ യഥാർത്ഥത്തിൽ നടന്ന അത്ഭുതങ്ങളിൽ നിന്നും അതും കാണിച്ചിട്ട് അതിനുശേഷം വേറെ വീണ്ടും കുറേ അത്ഭുതങ്ങൾ ഉള്ള സംഭവങ്ങൾ കാണിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? സീരിയൽ നീട്ടിക്കൊണ്ടുപോകണ്ടേ, അതിനു വേണ്ടിയിട്ട്. അതേപോലെ കടമറ്റത്ത് കത്തനാരുടെ സീരിയലുണ്ടായിരുന്നു. അതും അദ്ദേഹം ചെയ്ത യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് വീണ്ടും കുറേ സംഭവങ്ങളെ കാണിച്ചുകൊണ്ട് സീരിയൽ അങ്ങനെ പോവുകയാണ്. അതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല. അപ്പോൾ എന്തിനാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത്? അതിന് പകരം പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ഞാൻ പറയുന്ന കല്യാണിയുടെ പഴങ്കഥയിലുള്ള കഥാപാത്രം ഉണ്ടല്ലോ, അത് പണ്ട് ഇതേപോലെ വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് സിനിമയാക്കുമ്പോൾ ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് സിനിമയൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ രീതിയിൽ കാണിക്കാൻ അതേ കഥാപാത്രങ്ങളെ എടുക്കുമ്പോൾ അതിൻ്റെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ വിഷ്വൽ എഫക്ട്സ് അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭീകരമായിട്ട് എടുക്കാമല്ലോ, പണ്ടത്തെക്കാളും ഭീകരമായിട്ട് എടുക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ പോരെ? എന്തിനാണ് ആ കഥാപാത്രങ്ങളെ നമ്മൾ കുത്തേണ്ട ആവശ്യം എന്താണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ ഇത് പലർക്കും തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരാൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. പിന്നെ കമൻ്റ് ഇടുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, കമൻ്റ് ഇടുമ്പോൾ ഈ ചാനലിൽ എന്ത് വിമർശനം വേണമെങ്കിലും പറയാം, എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് പറഞ്ഞപ്പോഴാണ് എനിക്കും അത് തോന്നിയത് കൊണ്ട് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ കമൻറ്റുകൾ എനിക്കിഷ്ടമാണ്. പക്ഷേ കമൻ്റ് ഇടുമ്പോൾ അനാവശ്യങ്ങളൊക്കെ ചില ആളുകൾ, എല്ലാവരും അല്ല കേട്ടോ, അവരിങ്ങനെ പറയുന്നുണ്ട്. അത് എന്തിനാണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ അവർ അനാവശ്യം പറയാൻ നമ്മൾ അവരുടെ വീട്ടിൽ കയറി അവരുടെ സ്വത്ത് വല്ലതും മോഷ്ടിച്ചിട്ട് വന്നിട്ടുണ്ടോ?
അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ അനാവശ്യം പറഞ്ഞ് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അത് ഹൈഡ് ചെയ്ത് കളയും. അവരുടെ വിചാരം ആ കമൻറ്റ് മറ്റുള്ളവർ കാണുന്നുണ്ട് എന്നാണ്. മിക്ക അനാവശ്യ കമൻറ്റുകളും മറ്റുള്ളവർ കാണില്ല. അത് യൂട്യൂബ് ഹൈഡായിരിക്കുന്നത് കൊണ്ട് അത് ഇട്ട ആൾക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതേപോലെ ആ വീഡിയോ ആരാണോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തത് ആ വ്യക്തിക്ക് സെർച്ച് ചെയ്താൽ മാത്രം കാണാൻ പറ്റും. ഹൈഡായ കമൻറ്റുകൾ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്താൽ മാത്രം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റർക്കും കാണാൻ പറ്റില്ല. ഇനി യൂട്യൂബ് ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ പരിധിയിൽ കവിഞ്ഞ കമൻറ്റുകളും ചാനലിൽ മറ്റുള്ളവർ കാണുന്നതായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റർക്ക് തോന്നുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ സെറ്റിങ്സിൽ ആ കണ്ടൻറ്റ് ഇടുന്ന ആളുടെ കമൻറ്റുകളെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നേക്കുമായിട്ട്. അങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കമൻ്റ് ഇടുന്ന വ്യക്തിക്ക് കമൻ്റ് ഇടാം, അതേപോലെ തന്നെ അയാൾക്കത് വായിക്കാം, പക്ഷേ മറ്റാർക്കും വായിക്കാൻ പറ്റില്ല, എനിക്കടക്കം വായിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലരൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് ഇതേപോലത്തെ അനാവശ്യം തെറി പറഞ്ഞുള്ള കമൻറ്റ് ഇട്ടിരുന്നു. അപ്പം ഞാൻ ചിലരെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചു. എന്തിനാണ് എനിക്കതൊക്കെ, നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പൊതുവേ അങ്ങനെ ആരും കമൻറ്റുകളെ ഹൈഡ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് വന്നാൽ ആ ചാനലിന് അതിൻ്റേതായ ഗുണമുണ്ട്. എന്ത് കമൻറ്റ് വന്നാലും അതിന് ഗുണമുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരാരും അത് ശ്രദ്ധിക്കാത്തത്. പക്ഷേ എനിക്ക് ചില സമയത്ത് വേറെ മൂഡാണെങ്കിൽ ഞാൻ കമൻറ്റ് കാണുമ്പോൾ അത് പ്രതികരിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരോഗ്യപ്രദമായ കമൻ്റായിട്ട് വിമർശനങ്ങളായിക്കോട്ടെ, കുഴപ്പമില്ല, വിമർശനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ ഇട്ടോളൂ, സന്തോഷത്തോടെ ഞാൻ ആ കമൻറ്റുകൾ നോക്കുന്നതാണ്. അത് മറ്റുള്ളവരും അംഗീകരിക്കും. അല്ലാതെ തെറി പറഞ്ഞുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് ആരും അംഗീകരിക്കുമെന്ന് അവർ കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ഈ സിനിമയിലെ ആ കഥാപാത്രങ്ങളെ ഇങ്ങനെ മാറ്റിയത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റിൽ അറിയിക്കാം.